നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു വിൻമിൽ ഹില്ലിലാണ്. പോട്ടാഫ്രയിലെ വിൻമിൽ ഹിൽ. ആൻഡ് എവിടെയുണ്ട് ഹൈറ്റ് above the sea level is 30 meter, that is 100 feet, presented by the Automobile Association. ഇത് ഒരു ഈ പ്ലേറ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓട്ടോമൊബൈൽ അസോസിയേഷൻ 1988 എന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ. അതൊരു റിക്കവറി ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ് എന്ന് പറയുന്നത്. വലിയ കമ്പനിയാണ്. അപ്പം വിൻമിൽ ഹിൽ, അപ്പം സമുദ്രനിരയിൽ നിന്ന് നമ്മൾ 100 അടി മേളിലാണ്. അപ്പം ഇത് കണ്ടോ, ഇത് നല്ല രസമുള്ള ഏരിയയാണ്. കണ്ടോ, ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം. നല്ല കണ്ടോ, ആ വാട്ടറിൻ്റെ കളർ കണ്ടോ, എന്തോ നല്ല ബ്യൂട്ടിഫുൾ വാട്ടറാണ്. അവിടെ ഒരു അത് ആ കാണുന്നതാണ് പോകുന്നത്. അതൊരു ആ പോകുന്നത് ഒരു ഫെറിയാണ്. നല്ല രസമാണ്. കണ്ടോ, ആ ടൗൺ കണ്ടോ, നല്ല വീട്. ഇപ്പം ഇതാണ് ഈ പറഞ്ഞ പോട്ടാഫറി വിൻമിൽ. ഇതൊരു പഴയ ഒരു വിൻമില്ലാണ്. അത് ജസ്റ്റ് ഒരു മോണുമെൻ്റായിട്ട് വെച്ചിരിക്കുകയാണ്. പണ്ടത്തെ വിൻമിൽസാണ് ഇവിടെയൊക്കെ, പണ്ട് കാലത്തെ. അതാണ് ഈ ഏരിയ. അപ്പോൾ എൻ്റെ മറ്റേ മൊബൈലിൽ വെച്ച് ഞാൻ കുറച്ചുകൂടെ അടുത്തൊക്കെ ഷൂട്ട് ചെയ്യാം. നമുക്ക് ഒത്തിരി സാധനം കാണാനുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് പതുക്കെ ഓരോ ഇതിലും നമുക്ക് പോയി കാണാവുന്നതാണ്. സോ നമ്മൾ ഈ വിൻമിൽ, ഈ ഓൾഡ് വിൻമില്ലിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. നമുക്കിങ്ങനെ ചുമ്മാ നടന്നു കയറാം. എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. ഇവിടെ ഇതിൻ്റെ ഒരു ഹൈറ്റുണ്ട്. ഹൈറ്റിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടം എല്ലാം കാണാം. കുറച്ചുകൂടെ ഹൈറ്റിൽ കയറുമ്പം അതാണ് ഇവിടെ ഉള്ളത്. സോ ഇതാണ്, ഹൈറ്റിലാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഈ ടൗണിൻ്റെ ചേർന്നുള്ള ഒരു പള്ളി, പിന്നെ ഒരു സെമിത്തേരിയും, പിന്നെ ഈ കാണുന്ന മനോഹരമായ ലേക്കും. ഇത് കടലിൽ നിന്ന് കയറുന്നതാണ്. ഐറിഷ് സീ ആണ്. അവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഐറിഷ് സീ ആണ്. ഐറിഷിൽ നിന്ന് കയറി കിടക്കുന്ന സീ വാട്ടറാണ് ഇവിടെ. പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ടൗണും അതിവിടെ നിങ്ങൾക്ക് കാണാം. നല്ല ഇവിടെ നോക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇത് ചുറ്റും ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന പുല്ലുകളൊക്കെ വെച്ച് ഇത് ഒരു കൃഷി ഏരിയയും കൂടെ ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം കൃഷി ഏരിയയാണ് ഇവിടെ. അതാണ് ഇതിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഈ ഐറിഷ് സീയിൽ ചേർന്ന് കിടക്കുന്ന ടൗണാണ് പോട്ടാഫറി. അതിന് ചേർന്ന് കിടക്കുന്ന ടൗൺ ഹൗസസും ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഭാഗത്തുള്ളത് കാണുന്നത്. പിന്നെ നമുക്ക് ഈ കാണുന്ന ഈ പഴയ കാലത്തെ വിൻമില്ലിൻ്റെ ഒരു ഇതാണ്, ഒരു മോണുമെൻ്റ് പോലെ. അതിൽ നമുക്ക് കയറുമ്പോൾ ഒന്നുമില്ല, ചുമ്മാ ഇതിനകത്തിൽ ഇങ്ങനെ കയറാം. ഇവിടെ ഇങ്ങനെ ഒരു പില്ലർ, പിന്നെ സ്റ്റീൽ വെച്ചിട്ട് ഒരു സ്റ്റെപ്പൊക്കെ പണിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കയറാം മേളിലോട്ട്. നല്ല ഓപ്പണായിട്ടുള്ള ഏരിയയാണ്. പഴയ ഒരു വിൻമില്ല് ഏരിയയാണ്. വലിയ ചുമ്മാ പിന്നെ വിൻമില്ലിൻ്റെ അകത്ത് കയറുന്ന ഒരു എക്സ്പീരിയൻസ് പോലെ കാണാം. അല്ലെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള കുറച്ചുകൂടെ ഹൈറ്റിൽ കയറുമ്പം നമുക്ക് കുറച്ച് ഇവിടെ ഒരു ജനൽപാളിയുണ്ട്. അതിൽ കൂടെ നമുക്കിങ്ങനെ കാണാം. അപ്പം നല്ലപോലെ നല്ല വിൻഡിയാണ്. കാറ്റ് ശരിക്കും അടിക്കുന്ന ഏരിയയാണ്. അപ്പം ജാക്കറ്റൊക്കെ ഇട്ട് നമുക്ക് തണുക്കും. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഉയരത്തിൽ നമുക്ക്
കുറച്ചുകൂടെ സ്ഥലങ്ങളും പിന്നെ അവിടെ അപ്പുറത്തുള്ള മല കുറച്ചൊരു മൗണ്ടൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണാം. ഉണ്ടോ? അത് നമുക്കിവിടെ കാണാം. അതാണ് ഉള്ളൂ ഇവിടെ, പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഈ സൈഡിലുള്ള കുറച്ചുകൂടെ ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ഏരിയാസൊക്കെ കാണാം. കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. നല്ല ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. നല്ല പച്ചപ്പ്, പിന്നെ ഈ വെള്ളത്തിൻ്റെ കളറും ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു സുഖം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാം. ഡൗൺ ബാറ്ററിക്ക് നിന്ന് പോർട്ട് ഓഫ് റൈഡ് ചെയ്യുന്ന അതാണ്. അങ്ങനെ നമുക്കിവിടെ ഇതുപോലെ ബെഞ്ചൊക്കെ ഉണ്ട്, ചുമ്മാ ഇരുന്ന് നമുക്ക് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ സൂര്യപ്രകാശമൊക്കെ ആയിട്ട് നമുക്കിവിടെ ഇരിക്കാവുന്നതാണ്. അങ്ങനെയാണ്, ചുമ്മാ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഇവിടെ കാണാനുള്ളത്. ഓക്കെ, ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് വന്ന സമയത്ത് നമ്മുടെ ഈ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്ലവർ ഉണ്ടല്ലോ, വെജിറ്റബിൾ ഓയിൽ, അതിൻ്റെ കൃഷി ഈ സൈഡിൽ കണ്ടായിരുന്നു. അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതൊരു മഞ്ഞപ്പൂ ഇല്ലേ, എന്തോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ പൂവിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഓയിലാണ്. അത് ഞാൻ നിങ്ങളിവിടെ കാണിക്കാം. കണ്ടോ ഈ പൂ കണ്ടോ? ഇതാണ് ഈ പൂവിൽ നിന്ന് ഈ പൂ വെച്ച കൃഷി ചെയ്ത് ഇതൊരു ഓയിൽ ഉണ്ടാക്കുന്ന ഒരു പൂവാണ്. വെജിറ്റബിൾ ഓയിലാണ്, ഇതിൻ്റെ വെജിറ്റേറിയൻ ഓയിലാണ് കാണുന്നത്. കണ്ടോ, അവിടെ ഒത്തിരി ഉണ്ട്. അങ്ങോട്ട് ഒരു ഫുള്ള് കൃഷിയാണ്, ഇതിൻ്റെ ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഉണ്ടോ? അപ്പം ഞാൻ ഇവിടെ ഈ വരുന്ന വഴിക്ക് തന്നെ വേറൊരു സംഭവം കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹോഴ്സ് ലാൻഡ് എന്ന് പറഞ്ഞൊരു ലാൻഡ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം. ഇതാണ് ഹോഴ്സ് ലാൻഡ്. ഉള്ള ഒരു സ്ഥലമാണ് ഹോഴ്സ് ലാൻഡ്. ഇതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇതെല്ലാം ഈ സ്ട്രാങ്ഫോർഡ് ലോഫിൻ്റെ ഒരു ഏരിയ കൂടിയാണ്. അപ്പം ഇതെല്ലാം ഈ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ ഈ പോകുന്ന വഴി പോർട്ട് ഓഫ് റൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന ഏരിയ ആണിത്. അതുകൊണ്ട് നമ്മളുടെ ഇവിടുന്ന് ഇപ്പോൾ ന്യൂട്ടനാട്സിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാം. ഈ വാലി കണ്ടിങ് ബേർഡ് നമുക്ക് കിർക്ക്ബിൻ പിന്നെ ഇങ്ങനെ നേരെ വന്നുകൊണ്ട് ഇതാണ് പോർട്ട് ഓഫ് റൈഡ്. ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാണാം. അങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് വിശദമായ ഒരു ഇൻഫർമേഷൻ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ള. ഇതാണ് ഹോഴ്സ് ലാൻഡ്.
ഞാൻ ഇതിൽ കുറച്ച് സൂമിൽ കാണിക്കാം. കണ്ടോ, ഇതാണ് ഹോഴ്സ് ലാൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഇവിടെ ഈ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കയറി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് പോകാം. ജസ്റ്റ് ഒരു ടൈം പാസ്, അതേ ഉള്ളൂ. അപ്പോൾ അതേ ഉള്ളൂ ഇവിടെ ഹോഴ്സ് ലാൻഡിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഹോഴ്സ് ലാൻഡും കൂടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഈ കോഡ് ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കാണാം. കോഡ് ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം, ഈ കോഡ് ഗ്രാസ്. ഈ സംഭവം ഇത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ബേർഡ്സിനൊന്നും ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അതിൻ്റെ ബേർഡ്സ് യൂഷ്വലി ഇൻസെക്ട്സിനെയൊക്കെയാണ് നല്ല ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടൊരു അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ഇവിടെ ഇങ്ങനെ അതിനെ എഴുതിയിട്ടുണ്ട്. ഉണ്ടോ, അതൊരു ഇൻവേഡറാണ്. ഈ കോഡ് ഗ്രാസ് ഒരു ഇൻവേഡർ. അത് കൂടിക്കഴിഞ്ഞാൽ ഈ ബേർഡ്സിനൊന്നും ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ബേർഡ്സ് പിന്നെ വരില്ല എന്നാണ് പറയുന്നത്. അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇപ്പം കണ്ടപ്പോൾ ഒന്ന് പറയാൻ തോന്നി അതിനെക്കുറിച്ചൊരു. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെന്ന് വരച്ചാണ്. It displaces local species and causes the underlying mud to stagnate and so reducing bird feeding areas. അത് സ്റ്റാഗ്നേറ്റഡ് ബേർഡ് ഫീഡിങ് ഏരിയാസിനെ അത് കുറഞ്ഞു പോകുന്നതാണ് പറയുന്നത്. എൻവയറമെൻറ്റ് ഏജൻസി ആൻഡ് നാഷണൽ ട്രസ്റ്റ്. അപ്പം അത് ഒരു ഇതാണ്. ഇവിടെ കുറേ വെറൈറ്റി ഓഫ് ബേർഡ്സും ഒക്കെ വരുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് മഡി വേ വോം കാസ്റ്റസ്. അതാണ് ഇത് കാണുന്നുണ്ടോ, മഡി വേ അത് ഫുള്ള് ചെളി പിടിച്ചിരിക്കുന്നു. മഡി വേ വോം കാസ്റ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ഹോഴ്സ് ലാൻഡിനെ കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അതേ ഉള്ളൂ ഇവിടെ ഹോഴ്സ് ലാൻഡ്. അപ്പോൾ നമുക്ക് നോക്കണം കുറച്ച് വേറെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.